ഹലോ എവറിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മളെ മിഷൻ ഒളിമ്പ്യാഡിന്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള സാധാരണ സ്കൂളിലത്തെ എക്സാമിൽ ഒരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഒളിമ്പ്യാഡ്സിൽ നമുക്കറിയാം നല്ല ഹയർ ആയിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഹയർ വേർഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശീലിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹെൽപ്ഫുൾ ആയി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ പറഞ്ഞ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഒക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സിനൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും അതെല്ലാവരും വാച്ച് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ 1-2 പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്കറിയാം സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതുമായി റിലേറ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒളിമ്പ്യാഡിലെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എടുത്തു നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് Shreya, a class 8 student, listed the properties and uses of a few fibers in the given table. So W, X, Y, Z 4 ഫൈബേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ഫോർ മേക്കിംഗ്, എന്തിനാണ് യൂസ് ചെയ്യാന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. അബ്സോർബ് മോയ്സ്ചർ, ക്യാൻ ബി വൂവൺ ലൈക്ക് സിൽക്ക് ഫൈബേഴ്സ് ആണ് W. സോഫ്റ്റ് ലൈക്ക് വൂൾ, ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഡസ് നോട്ട് ഷ്രിങ്ക് ആണ്. സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ ആൻഡ് റിങ്കിൾ റെസിസ്റ്റന്റ് ആണ് Y. ഇലാസ്റ്റിക്, വെരി സ്ട്രോങ് ലൈറ്റ് ആൻഡ് റിങ്കിൾ റെസിസ്റ്റന്റ് അതാണ് Z. അതിൻ്റെയൊക്കെ മേക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. ക്യാൻ ബി വൂവൺ ലൈക്ക് സിൽക്ക് ഫൈബേഴ്സ്, സിൽക്ക് ഫൈബറുമായിട്ട് റിസംബിൾ ആയിട്ടുള്ളത് ആരാണ്? യെസ്, അത് നമുക്കറിയാം. ഏതായിരിക്കും വരിക? ഈ പറഞ്ഞ റയോൺ ആയിരിക്കും ആൻസർ വരിക അല്ലെ. റയോൺ ആണ് ഉണ്ടാവുക. അപ്പൊ റയോൺ എന്നുള്ള സാധനമാണ് നമ്മൾ W ഉണ്ടാവുക. സോ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ റയോൺ എന്ന് എഴുതി വെക്കാം. നോക്കാം നമുക്ക്. ദെൻ എക്സിന്റെ പ്രോപ്പർട്ടി നോക്കിയടാ, സോഫ്റ്റ് ലൈക്ക് വൂൾ, വൂള് പോലെ ഉണ്ട്. ലെസ് എക്സ്പെൻസീവ് ആണ് ആൻഡ് ഡസ് നോട്ട് ഷ്രിങ്ക് ആണ്. ഓക്കെ, ഇത് ആരാണ് ശരിക്ക്? ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ, ഷോൾസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫൈബർ ആരാണ്? യെസ്, അത് നമ്മുടെ അക്രിലിക് ആണ് കേട്ടോ. അക്രിലിക്. ഓക്കെ, യെസ്. നമ്മൾ ഒരുപാട് ഫൈബേഴ്സ് നമ്മൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രോങ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ ആൻഡ് റിങ്കിൾ റെസിസ്റ്റന്റ് ആണ്. അതാരാ മക്കളെ? ഈ പറഞ്ഞ ഡ്രസ് മെറ്റീരിയൽസ്, സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ പോളിസ്റ്റർ അല്ലെ. പോളിസ്റ്റർ ഡ്രസ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. അതേപോലെ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബോട്ടിൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇലാസ്റ്റിക് ആണ് Z, വെരി സ്ട്രോങ് ആണ്, ലൈറ്റ് ആൻഡ് റിങ്കിൾ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഏറ്റവും നല്ല ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഫൈബർ ആയിരുന്നു നമ്മുടെ നൈലോൺ എന്ന് പറയുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് സോക്സ് ആൻഡ് ഫിഷിംഗ് നെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്, അപ്പൊ W റയോൺ ആണ്, X അക്രിലിക് ആണ്, Y പോളിസ്റ്റർ ആണ് ആൻഡ് Z ഈസ് നൈലോൺ. ഏതാ മക്കളെ ഓപ്ഷൻ വരിക? 4 ഓപ്ഷൻ ABCD. ഓപ്ഷൻ ആരാണ് വരിക? യെസ്, ഓഫ് കോഴ്സ് ഓപ്ഷൻ A ആണ് വരിക. റയോൺ, അക്രിലിക്, പോളിസ്റ്റർ ആൻഡ് നൈലോൺ. അപ്പൊ കണ്ടോ, ഓരോ ഈ പറഞ്ഞ ഫൈബറിന്റെയും അതിന്റെ പ്രോപ്പർട്ടി എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്ന് കൃത്യമായ ഐഡിയ ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിലൊക്കെ സാധാരണ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ അല്ലെ, പകരം ഇവിടെ 4 ചോദിച്ചിട്ടുണ്ട്. 4 കുറെയൊക്കെ കൺഫ്യൂസിങ് ആകുന്ന രൂപത്തിലാണുള്ളത്. പക്ഷേ കൃത്യം അതിന്റെ യൂസസും കൂടി പഠിച്ച ഒരാൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? പോളിമേഴ്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ സിന്തറ്റിക്. അപ്പൊ ഞാൻ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, യെസ്, പോളിമേഴ്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ സിന്തറ്റിക്. പോളിമർ നമുക്കറിയാം മോണോമേഴ്സ് കമ്പയർ ചെയ്തിട്ടാണ് പോളിമർ ഉണ്ടാവുക. ആ പോളിമർ നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള ലോങ് ചെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അത് നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, സിന്തറ്റിക് ഉണ്ട് അല്ലെ. ഇപ്പൊ പ്രോട്ടീൻ, അതേപോലെ DNA അതൊക്കെ എന്താണ് നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള പോളിമർ ആണ്. എന്നാൽ സിന്തറ്റിക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നൈലോണ്, അതേപോലെ റയോൺ പോലുള്ളതൊക്കെ എന്താണ് ഈ പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള സംഗതികളാണ്. ഓക്കെ, അപ്പൊ എന്താകാം, അത് നാച്ചുറലും ആകാം, സിന്തറ്റിക്കും ആകാം. റയോൺ ക്ലോസ്ലി റിസംബിൾഡ് സിൽക്സ് അല്ലെ. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം അല്ലെ, ആർട്ടിഫിഷ്യൽ. റയോൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ
പറഞ്ഞ ആർട്ടിഫിഷ്യൽ സിൽക്സ് എന്ന് പറയുന്നത് ആരാണ്? റയോൺ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മോസ്റ്റ് സിന്തറ്റിക് ഫൈബേഴ്സ് ഹാവ് വെരി ഹൈ മോയ്സ്ചർ അബ്സോർബിംഗ് കപ്പാസിറ്റി. അത് ഒരു കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ മക്കളെ? ഒരിക്കലും അല്ല. ഈ പറഞ്ഞ എന്ത് ചെയ്യൂല, സിന്തറ്റിക് ഫൈബേഴ്സിന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഈ പറഞ്ഞ കോട്ടൺ പോലെയുള്ള നാച്ചുറൽ ആയ ഫൈബർ ആണെങ്കിൽ നമുക്ക് സമ്മർ വെയറായിട്ട് ഉപയോഗിക്കാം അല്ലെ. ചൂടുകാലത്ത് നന്നായിട്ട് എന്ത് ചെയ്യും, അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. നമ്മളെ സ്വെറ്റൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇടാൻ. പക്ഷേ നോർമലി സിന്തറ്റിക് ഫൈബർ ആണെങ്കിൽ ഈ പറഞ്ഞ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ് ഉണ്ടാവുക. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് false statement. ഈ നാലാമത്തെ നോക്കിയേ, പോളിസ്റ്റർ ഈസ് റെസിസ്റ്റന്റ് ടു മോസ്റ്റ് കെമിക്കൽസ്. പോളിസ്റ്റർ എന്ന് പറയുന്ന ഫൈബർ നമുക്കറിയാം മിക്ക കെമിക്കൽസിനെയും റെസിസ്റ്റന്റ് ആയിട്ടാണ് ഉള്ളത്. പോളിസ്റ്റർ പൊതുവെ എന്ത് ചെയ്യൂല, കെമിക്കൽസിനെ ഡിസോൾവ് ചെയ്യിക്കൂല. പൊതുവെ ഓർഗാനിക് ആയിട്ടുള്ള സോൾവെന്റ് ഒക്കെ ആണെങ്കിൽ അത് ഈ പറഞ്ഞ ഫൈബറിനെ, പോളിസ്റ്റർ ആയിട്ടുള്ള ഫൈബേഴ്സിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം മിക്ക കെമിക്കൽസിനെയും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? പോളിസ്റ്റർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആരൊക്കെയാണ് കറക്റ്റ്? 1ഉം 2ഉം and 4ഉം അല്ലെ. ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 1, 2, 4 ആർ ഓൺലി ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, യെസ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി തരികയാണ്. ദിസ് ഈസ് യുവർ പ്രോബ്ലം. അപ്പൊ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തായിരിക്കും പ്രോബ്ലം എന്നുള്ളത്. ഐ ആം എ മാൻ മെയ്ഡ് ഫൈബർ stronger than a steel wire. Some of my users are shown point the figures. അല്ലെ. യെസ്. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. പാരച്യൂട്ടിന്റെ അതേപോലെ തന്നെ റോക്ക് ക്ലൈംബിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു വടം സംഗതി കാണാൻ പറ്റും. ഹൂ ആം ഐ? പോളിസ്റ്റർ ആണോ, അക്രിലിക് ആണോ, നൈലോൺ ആണോ, റയോൺ ആണോ? ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഒളിമ്പ്യാഡ്സ് പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമുക്ക് മറ്റുള്ള ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.